Hi, my name is Nashik, Associate Director of Capindex. Capindex 6 വർഷം തികയ്ക്കുകയാണ്. Congratulations to the team and for self. 2019 നമ്മുടെ സ്ഥാപകരായ നമ്മുടെ ചെയർമാൻ മിസ്റ്റർ ഹാത്തിം, അതുപോലെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ തൊയ്യബ്, ഇത് ഞാൻ പല അവസരത്തിലും പറഞ്ഞതാണ്. അവർ വളരെ ഒരു ചെറിയ സ്പേസിൽ ആണ് ഇത് തുടങ്ങുന്നത്. അന്ന് നമുക്കിതുപോലെ ഒരു വലിയ ഓഫീസോ വലിയൊരു ടീമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ അവർ വിശ്വസിച്ചിരുന്നു. ആദ്യമായി രണ്ടുപേരായിട്ട് ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ, ഞാൻ എൻ്റെ മകനും പിന്നെ ഒരു സ്റ്റാഫും കൂടി. അപ്പോൾ ഞങ്ങൾ 3 പേര് സ്റ്റാഫ്. ഇതൊരു യങ് ബ്ലഡ് ആൻഡ് ആൻ എക്സ്പീരിയൻസ് ബ്ലഡ് എന്നുള്ളൊരു സംഭവത്തിൽ വന്നൊരു മിക്സ്ചറാണ്. കാരണം നമുക്കറിയുന്ന പുതിയ കാര്യങ്ങൾ നമ്മൾ ആ യങ് ബ്ലഡ് ആകുമ്പം ആരെയും പോയി മീറ്റ് ചെയ്യാനും ആരെ എത്ര തവണ മീറ്റ് ചെയ്തിട്ട് ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യാനുമുള്ളൊരു ആ ഒരു ചോരത്തിളപ്പ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു മിക്സ്ചറാണ്. ഫാദറിൻ്റെ സംഭവം കണ്ടു. നമ്മൾ ആ സമയത്ത് 2019 നമ്മൾ ചിന്തിച്ചു, വൈ കാൺ വി സ്റ്റാർട്ട് ആൻ ഓൺ സബ് ബ്രോക്കിംഗ് ഫേം. അവിടുന്ന് 5ആയി 15ആയി ഇപ്പം 80-ലെത്തിയിരിക്കുന്നു 6 വർഷം കൊണ്ട്. അപ്പോൾ ആ ജേണിയുടെ യാത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്ക് എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത്. 6 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നല്ലൊരു ജേണി ആയിരുന്നു നമ്മളുടേത്. പിന്നെ ബിഗ് താങ്ക്സ് ടു ആർ ക്ലയൻറ്റ്സ് ഫോർ ബീയിങ് വിത്ത് അസ് ആൻഡ് ട്രസ്റ്റിംഗ് അസ്. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് എൻ്റെ മകനാണ് ഇതിൻ്റെ ഏറ്റവും ഓൾ ഇൻ ഓൾ. അവൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയും എൻ്റെ മകനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് മിസ്റ്റർ ഉമ്മറുണ്ട്, സാബിറുണ്ട്. എൻ്റെ പേര് ഉമ്മർ, ഞാൻ ക്യാപ്പിൻഡെക്സിൻ്റെ ജനറൽ മാനേജറാണ്. 2019-20 ഞാൻ ക്യാപ്പിൻഡെക്സിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. ആൻഡ് 2019-20 നമ്മൾ 4 പേരടങ്ങുന്ന ഒരു ചെറിയ ടീമായിട്ടാണ് നമ്മൾ ക്യാപ്പിൻഡെക്സ് തുടങ്ങുന്നത്. ആക്ച്വലി 6 വർഷം മുന്നേ തൊയ്യബ് ഒരു ഗറാജ് എന്ന് പറയാം, അവിടെ വെച്ച് തുടങ്ങിയ ഒരു ചെറിയൊരു ട്രേഡിംഗ് ആൻഡ് ബ്രോക്കിംഗ് ഫേം. അതിൽ നിന്നും നമ്മളൊരു ചെറിയ ഓഫീസിലേക്ക് മാറി. ഒരു 3 വർഷം ആ ഓഫീസും പിന്നെ ഇപ്പോഴുള്ള ഈ പുതിയ ഓഫീസിലേക്ക് മാറി. കേരളത്തിൽ ആകെ മൊത്തം ബ്രാഞ്ചുകളായി. ബാംഗ്ലൂരിലൊരു ബ്രാഞ്ച് തുറന്നു, ദുബായിൽ ബ്രാഞ്ചുണ്ട്. അപ്പോൾ വർഷങ്ങളുടെ ഈ ഒരു പ്രയത്നം ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ക്യാപ്പിൻഡെക്സിനെ എത്തിച്ചിട്ടുണ്ട്. ഈ വളർച്ചയൊന്നും ചിലപ്പോൾ ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ വളരുന്നത്. ഈ വളർച്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫൗണ്ടേഴ്സിന് എന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട്. അതായത് സെക്യൂരിറ്റി മാർക്കറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന അറിവുകൾ ബാക്കിയുള്ളവരിലേക്ക് പകർന്ന് ഈ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ നല്ലൊരു ഇൻഡസ്ട്രി ആണെന്ന് നമ്മളെ മലയാളികളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു തോട്ടോടു കൂടിയാണ് ഞാനും ഫാദറും ഇത് തുടങ്ങിയത്. നമ്മൾ ഇന്ന് 2000 ആളുകളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക. ഒരാൾക്ക് ഒരു റിട്ടയർമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരാളൊരു വീട് വെക്കാനുള്ളൊരു സ്വപ്നം, അല്ലെങ്കിൽ അയാളെ മക്കളെ പഠിപ്പിക്കാനുള്ള സ്വപ്നം, എന്തുമാവട്ടെ. ഇന്ന് ക്യാപ്പിൻഡെക്സ് ത്രൂ ആളുകൾ ഇന്ന് മാർക്കറ്റിൽ അവരെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ റുപ്പിയും നമ്മൾ അത് വളരെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. 6 കൊല്ലം ഇറ്റ്സ് ലൈക്ക് 6 മാസം പോലെ തോന്നുള്ളൂ. ഒരുപാട് കാലമായ പോലെ തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അത്രയും ഫാസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ ജേണിയും നല്ല സ്പീഡായിട്ടാണ്. ഞങ്ങളിപ്പോൾ നല്ല ഗ്രോത്ത് ആയിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് പോയി. ടീമും വളരെ നല്ലതാണ്, സപ്പോർട്ടീവാണ്. എല്ലാം സൂപ്പറായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 2019-20 നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോഴും ഇന്ന് 2026 നമ്മൾ ഈ മാർക്കറ്റിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമ്പോഴും നമുക്ക് അന്നും ഇന്നും നമ്മളെ ക്ലയൻസ് തന്നെയാണ് നമ്മുടെ സപ്പോർട്ട്. നമ്മളെ കസ്റ്റമറിനെ നമ്മൾ എത്തിക്കലി നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, എത്തിക്കൽ എന്നുള്ളത് ഒരു ബ്രോഡർ വേർഡാണ്, ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ ഈ ബിസിനസ് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ ബിസിനസ്സിൻ്റെ വളർച്ച എങ്ങനെ അവർ അസറ്റിലുണ്ടാവുകയും ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ അവരതിൽ ഉറച്ച് വിശ്വസിക്കുന്നത് കാരണമാണ് നമ്മൾ ഇത്രയും വളരാനുള്ളത്. നമുക്ക് ആദ്യ വർഷം പറയുകയാണെങ്കിൽ എനിക്കൊരു ഹാൻഡ്ഫുൾ ഓഫ് ക്ലയൻസേ ഉണ്ടായിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ അറിവിലുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെയുള്ള ഏതാനും ക്ലയൻസേ നമുക്ക് ഉണ്ടായിട്ടേ ഉള്ളൂ. ഒരു ക്ലയൻറ്റ് 6 വർഷം ഒരു സ്ഥാപനം തുടർച്ചയായി നിൽക്കണമെങ്കിൽ ആ ക്ലയൻറ്റ് എത്രത്തോളം ആ സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്ന അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്ന അറിയാൻ പറ്റും. അല്ലാതെ ഞങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോകും.
ഫസ്റ്റ് ഉള്ള കാര്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. കോവിഡ് കഴിഞ്ഞതോടുകൂടി കമ്പനി ഒന്നുകൂടി വളരെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള, അതിലൊന്നും തളരാണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. പല ആളുകളും നമ്മളെ ബിസിനസ് അസോസിയേറ്റ്സ്, നമ്മുടെ വെൽ വിഷേഴ്സ്, അതുപോലെ നമുക്ക് ഇനീഷ്യലി നമ്മളെ തുടക്കത്തിലുണ്ടായ നമ്മളെ ഫ്രാഞ്ചൈസികളൊക്കെ തന്നെ ഈ ബിസിനസ്സിൽ അവർ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെയാണ് കമ്പനിയുടെ ഗ്രോത്ത് നമുക്ക് വരുന്നത്. പിന്നെ ഒരു 2021 ശേഷം നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ അറൗണ്ട് 100 പേര് എംപ്ലോയീസും പിന്നെ ഒരുപാട് ബ്രാഞ്ചസ്, ഒരുപാട് ഫ്രാഞ്ചൈസീസ് എല്ലാം വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസിലുപരി ലേണിംഗ് ആയിരുന്നു. ഈ 6 വർഷവും പല പല പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയും ആ ലേണിംഗ് എന്നുള്ള ജേണി എന്നായിരിക്കും മുന്നോട്ടുണ്ടാവുക. ആപ്പിൻഡെക്സ് ആസ് എ കമ്പനി നമുക്ക് വലിയ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മളെല്ലാവർക്കും അവസരം കൊടുക്കാൻ തയ്യാറാണ്. മാർക്കറ്റ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ക്ലയൻസിലേക്ക് പകരാനും അതുപോലെ തന്നെ മാർക്കറ്റിലൊരു അവയർനെസ്സും കാര്യങ്ങളും കൂടുതൽ നമുക്ക് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ആ ഒരു ഡ്രൈവ് തന്നത്. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒരുപാട് മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെയിൽ ചെയ്യും. നമ്മുടെ ക്ലയൻസ് എല്ലാവരും തന്നെ നല്ല വളരെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ IPOയിലേക്ക് പോകണം എന്നുള്ളൊരു വിഷയൻ്റെയാണ്. ക്യാപിൻഡെക്സ് സ്ഥാപനം IPOയിലേക്ക് എത്തണം. അത് ആ ജേണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള ലെവലിൽ എല്ലാവരെ കൊണ്ടൊരു മ്യൂച്വൽ ഫണ്ട് ചെയ്യിപ്പിക്കണം. മിനിമം ഒരു 10,000 കോടിയുടെ മുകളിൽ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എത്തിക്കണം എന്നുള്ളൊരു എയിമായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റി ഇന്ത്യയിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ക്യാപിൻഡെക്സിൻ്റെ ഒരു വിഷൻ. അത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. എൻ്റെ എംപ്ലോയീസ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. 4 നമ്മൾ 14 40 അഗൈൻ അതിൽ നിന്ന് 70 എത്തുമ്പോഴും നമുക്ക് ഈ ഒരു ടീമില്ലാതെ നമുക്ക് ഒരിക്കലും ഇന്ന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് 100% അന്നും ഇന്നും എന്നും ഉണ്ട്. അല്ല, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും ഈ സ്ഥാപനം എന്താണെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ചെയർമാൻ മുതൽ താഴെ ഏറ്റവും ലോ ഗ്രേഡ് വരെയുള്ള ആളുകൾക്കറിയാം ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ഒരുമയോടെ ഒത്തൊരുമയോടെ ഒരേ രീതിയിലാണ് ഇവിടെ എല്ലാവരും നടക്കുന്നത്. കുറേ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നതിനും പകരം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ മാനേജ്മെൻറ്റ് എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊരു ടേൺ അറൗണ്ട് റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ ബിലോ 5% ഒരു 95% ആൾക്കാരോളം അന്ന് എൻ്റെ കൂടെ സ്റ്റാർട്ടിങ്ങിലുള്ളവർ ഇന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 100 ടീം മെമ്പേഴ്സായി നമ്മൾ. അപ്പം ഈ 100 പേരും അവരെല്ലാവരും ഹാപ്പി ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവരെപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്നും പറയും ഇതെനിക്ക് കിട്ടിയത് വേറൊരാളെ കയ്യിൽ നിന്നാണ്, പക്ഷെ എന്നാലും അത് ഭയങ്കര വലിയ സത്യമാണ്. അവരൊരു സാധനം 10 റുപ്യക്ക് ഒരു ക്ലയൻറ്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ചാലേ 2 പൈസ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ബ്രോക്കറേജ് കിട്ടുള്ളൂ. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എൻ്റെ എംപ്ലോയീസ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. സോ താങ്ക് യു എവരി വൺ ഫോർ ദ സപ്പോർട്ട്. ഇനിയും ഇതുണ്ടാവട്ടെ. കഴിഞ്ഞ 6 വർഷമായി എൻ്റെ കൂടെ ഈ സ്ഥാപനത്തിന് വിശ്വസിച്ച് ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലയൻസിനും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫും ഇനിയും ഒരുപാട് കാലം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു.